സഹോദരീ സഹോദരന്മാരെ, ഈ വിജയത്തിന് സാധാരണ വിജയങ്ങളെക്കാൾ കൂടുതൽ തിളക്കവും കരുത്തും എല്ലാമുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അർഹിക്കുന്ന ഒരു വിജയം ലഭിക്കാതെ പോയ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ്. ചില തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വിശദമായി ഞാനിപ്പോൾ കടന്നു പോകണമെന്ന് കരുതുന്നില്ല. പറഞ്ഞു വന്നത്, അർഹമായ ഒരു വിജയം വഴിമാറിപ്പോയ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ ഒരു കാറ്റ് വീശിയപ്പോഴും പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ ഏത് കൊടുങ്കാറ്റിന്റെ മുന്നിലും മഹാപർവ്വതം എന്ന പോലെ അല്പവും അടിപതറാതെ നിലയുറപ്പിക്കുവാനുള്ള രാഷ്ട്രീയമായ കരുത്ത് വെളിയങ്കോടിനുണ്ട് എന്ന് തെളിയിച്ച മഹത്തായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത ഒരു നാടിന്റെ കരുത്തിന്റെ പ്രതീകമായി ഈ വിജയം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പ്രത്യേകതയും അതാണ്. കേരളത്തിൽ നിർഭാഗ്യവശാൽ ജനപക്ഷ രാഷ്ട്രീയം അർഹിക്കുന്ന വിജയം നേടാതെ പോയ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ ജനപക്ഷ വികസന കാഴ്ചപ്പാടുകളോടൊപ്പം ഈ നാട് അടിയുറച്ചു നിന്നു എന്നതാണ് ഈ വിജയത്തിന്റെ പ്രത്യേകത. ഉമർഖാളിയെ പോലെയും ഭക്തിത്തങ്ങളെ പോലെയുമെല്ലാം നമ്മുടെ നാടിന് നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ നാട് അതിന്റെ മഹത്തായ പൈതൃകം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഒപ്പം സാമാന്യേന ദീർഘമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവിടെ ഇടതുപക്ഷം അധികാരം പിടിച്ചെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാനാവും. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണ വിജയങ്ങളെ പോലെ അല്ലാത്ത, ആ അർത്ഥത്തിൽ അസാധാരണമായ ഒരു വിജയം, പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ നേടിയെടുത്ത വിജയം, പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും വിജയിച്ചു വരാൻ കഴിഞ്ഞതിലൂടെ വെളിയങ്കോട് കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ധീരമായി പ്രഖ്യാപിക്കുന്നത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ നേടാൻ കഴിഞ്ഞ ഈ വിജയം ഇനി എക്കാലവും പോർലേൽക്കാതെ ഇവിടെ കാത്തു സൂക്ഷിക്കാനാവും എന്ന് തന്നെയാണ്. ഇനി കാലം മാറി വരുമ്പോൾ, നാടാകെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സ്വീകാര്യത ഏറുമ്പോൾ കൂടുതൽ കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാൻ കഴിയുന്ന വിജയമായി ഈ വിജയം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അർഹിച്ച വിജയം നേടാനായില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ഒരുപാട് കഥകൾ രചിക്കപ്പെടുകയും പലരുടെയും സ്വപ്നങ്ങൾ അതിരുവിടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ UDFന് കേരളത്തെ തന്നെ തീരെഴുതി കൊടുക്കാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന ഒരു കാലമാണ്. ഏറെക്കാലമായി നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു നില കൈവരിച്ചപ്പോൾ ഇത് ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് കണക്കാക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും തിരിച്ചറിയാനാവും, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുന്നിൽ അടിപതറിപ്പോകുന്ന ഒന്നല്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പരാജയം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എല്ലാമായ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുമില്ല. 977 അടിയന്തരാവസ്ഥാനന്തര തിരഞ്ഞെടുപ്പിൽ രാജ്യം കോൺഗ്രസിനെതിരായി വിധി എഴുതുമ്പോഴും കേരളം കോൺഗ്രസിനെ സ്വീകരിച്ച ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് CPIMന് 0 സീറ്റായിരുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ. അതിന് മുമ്പോ ശേഷമോ അങ്ങനെ ഉണ്ടായിട്ടില്ല.
ഒറ്റ സീറ്റും ജയിച്ചില്ല. പക്ഷേ 3 കൊല്ലം തികയുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് EK നായനാർ എന്നായിരുന്നു എന്ന് കേരളത്തിന്റെ ചരിത്രം നമ്മോട് പറയും. 3 കൊല്ലം തികഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം എത്ര ജയപരാജയങ്ങളിലൂടെ കേരളം കടന്നുപോയി. 2001 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടിയാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത്. AK ആന്റണി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ഇടതുപക്ഷം അതോടെ അസ്തമിച്ചു എന്ന് വിധി എഴുതിയവരുണ്ടായിരുന്നു. ആ അർത്ഥം വരുന്ന മുഖപ്രസംഗങ്ങൾ എഴുതിയ മാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ കഷ്ടിച്ച് 4 വർഷം തികയുമ്പോഴാണ് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ എണ്ണം 0. സകലതും തകർന്നുപോയി എന്ന് രാഷ്ട്രീയ എതിരാളികൾ അന്തിമമായി തീർപ്പ് കൽപ്പിച്ച ഇടതുപക്ഷത്തെ എഴുതി തള്ളാം എന്ന് അഹങ്കരിച്ചിരുന്ന വലതുപക്ഷ രാഷ്ട്രീയം 4 വർഷം തികയുന്നതിന് മുൻപ് ഈ മണ്ണിൽ തകർന്നടിഞ്ഞു പോകുന്നതിന് നമ്മൾ സാക്ഷികളായി. 18 സീറ്റിൽ നിന്ന് ഇടതുപക്ഷം പാർലമെന്റിലേക്ക് കേരളത്തിൽ ജയിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓരോ തെരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകതകളിലേക്ക് പോകുന്നില്ല. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിലായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചത്, ആലപ്പുഴയിൽ. അന്നും ഇനി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭാവിയില്ലെന്നും ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും കോൺഗ്രസിലെ ചില മാന്യ നേതാക്കന്മാർ പ്രസ്താവന ഇറക്കിയത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമല്ല. 1960 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെയായ EMS ആണ് എന്ന് ഈ കൂട്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നായനാരും VS എല്ലാം ഇത്തരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പിണറായിയെ പറയുന്നു എന്ന് മാത്രമേ. ഏതായാലും 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റിൽ മാത്രം ജയിച്ച് മറ്റെല്ലായിടത്തും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ഒരു മുന്നണിയായിരുന്നു നമ്മുടെ. 2019 2 വർഷം തികയുന്നതിന് മുൻപാണ് പാർലമെന്റിലേക്ക് ഒരു സീറ്റിൽ മാത്രം വിജയിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിൽ വിജയിക്കുകയും ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുന്നിൽ നിരാശാഭരിതമായ മനസ്സോടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിടവാങ്ങി വീട്ടിൽ വിശ്രമിക്കുന്നവരല്ല നമ്മൾ ആരും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആ വിജയാഹ്ലാദത്തിൽ മതിമറന്ന് രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ വിസ്മരിച്ച് മറ്റേതോ സമാന്തരമായ ഒരു ലോകത്ത് ജീവിക്കുന്നവരുമല്ല നമ്മൾ. ജയവും പരാജയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകങ്ങളാണ്. പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും നമുക്ക് വല്ല പിശകും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളാരും പിശക് സംഭവിക്കാത്തവരല്ല. മനുഷ്യർ ഏർപ്പെടുന്ന ഏത് മേഖലയിലും മാനുഷികമായ മനുഷ്യ സഹജമായ പിശകുകൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും പിശകുകൾ സംഭവിച്ചു പോയാൽ ജനങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് തിരുത്തി കൂടുതൽ കരുത്തോടെ, കൂടുതൽ വാശിയോടെ, ഊർജ്ജസ്വലമായി ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴോ വിജയത്തിലേക്ക് നയിച്ച കാരണങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കും. വിജയവും പരാജയവും പകർന്നു നൽകുന്ന പാഠങ്ങളെ നിർമ്മമതയോടെ ഏറ്റുവാങ്ങും. എല്ലാം അനുഭവങ്ങളാണ്. മാർക്സ് പറയുന്നുണ്ട്, മഹത്തായ വിജയങ്ങളിൽ നിന്നും മാത്രമല്ല വലിയ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള ശൈലി. ഇപ്പോ കേരളത്തിൽ പൊതുവിൽ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. അങ്ങനെ പറയുമ്പോഴും ഇതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയം നേരിട്ട 2010, ഇതിനു മുൻപ് 2010
കേരളത്തിൽ ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിടുന്നത്. ആ പരാജയവുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ പരാജയം താരതമ്യേന ആഘാതം കുറഞ്ഞതാണ്. ഇപ്പൊ 7 ജില്ലാ പഞ്ചായത്ത് നമ്മൾ ജയിച്ചു, അന്ന് 6 നമ്മൾ ജയിച്ചു. പക്ഷേ ഞാൻ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ആകെ സ്ഥിതി വിവര കണക്കുകളിലേക്ക് പോകുന്നില്ല. 2010 സാമാന്യേന കരുത്തുറ്റ ഒരു പരാജയം, സാമാന്യേന ആഘാതമേറിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം ഏതാനും മാസങ്ങൾക്കകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തോളം എത്തിയ പരാജയമായിരുന്നു ഒന്നുണ്ടായത്. 68 സീറ്റിൽ ജയിച്ചു. അന്ന് UDF 72 സീറ്റാണ്. ജയിക്കാമായിരുന്നു എന്ന് കേരളം വിധി എഴുതിയ ദിവസങ്ങളായിരുന്നു. 2010 താരതമ്യം ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു തിരിച്ചടി ഇപ്പോ ഉണ്ടായിട്ടില്ല. ഇപ്പോ ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള മനോരമ പറയുന്നത് 58 നിയമസഭാ സീറ്റുകളിലാണ് ഇപ്പോ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളതെന്നാണ്. മാതൃഭൂമി പറയുന്നത് 59 എന്നാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ 60-ന് മുകളിലാണ് അത് കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും കേരളത്തിലെ പകുതി ജില്ലാ പഞ്ചായത്തുകൾ ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത്, പകുതി UDF ആണ്. പക്ഷെ UDFന്റെ പകുതിയിൽ വയനാടും പത്തനംതിട്ടയും ഇടുക്കിയും കേരളത്തിലെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള താരതമ്യേന ചെറിയ ജില്ലകളാണ്. ആ നിരയിലേക്ക് കോട്ടയത്തെയും വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എന്നാൽ ഇടതുപക്ഷത്തിന്റെ 7-ൽ കാസർഗോഡ് ഒഴിച്ചാൽ ബാക്കി 6ഉം കേരളത്തിലെ വലിയ ജില്ലകളുമാണ്. അതുകൊണ്ടാണ് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളതായി കാണുന്നില്ല. എങ്കിലും നമുക്ക് തിരിച്ചടിയാണ് ഉണ്ടായത്. അത് സമ്മതിക്കാൻ, അർഹിച്ച വിജയമുണ്ടായില്ല എന്ന് സമ്മതിക്കാൻ, അനർഹമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് സമ്മതിക്കാൻ ഒരു മടിയും ഇടതുപക്ഷത്തിനില്ല. ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കൊള്ളണമെന്നില്ല. തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത ഏതാണ്? തിരഞ്ഞെടുപ്പിലും യുദ്ധത്തിലും എല്ലായ്പ്പോഴും ശരികൾ മാത്രം ജയിക്കും എന്നൊന്നില്ല. അങ്ങനെയല്ല ചരിത്രം നമ്മോട് പറയുന്നത്. ഹോവാർഡ് ഫാസ്റ്റിന്റെ സ്പാർട്ടക്കസിൽ അടിമകളുടെ നേതാവായിരുന്ന സ്പാർട്ടക്കസിനോട് മറ്റൊരടിമയായ ഡേവിസ് ചോദിക്കുന്നുണ്ട്, സ്പാർട്ടക്കസ് നമ്മളായിരുന്നുവല്ലോ ശരി, എന്നിട്ടും എന്തുകൊണ്ടാണ് നാം തോറ്റുപോയത്? ഏറ്റവും നിരാശാഭരിതമായ ഒരു ചോദ്യമാണ്. നമ്മളായിരുന്നുവല്ലോ ശരി, എന്നിട്ടും നാം തോറ്റുപോയത് എന്തുകൊണ്ടാണ്? ശരിയല്ലേ ജയിക്കേണ്ടത്? അതാണ് ചോദ്യം. സ്പാർട്ടക്കസ് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി. ഡേവിസും രക്തസാക്ഷിത്വം വരിച്ചു. അസംഖ്യം അടിമകൾ തൂക്കിലേറ്റപ്പെട്ടു. അവരുടെ കലാപം അടിച്ചമർത്തപ്പെട്ടു. സമരം പരാജയപ്പെട്ടു. പക്ഷേ പിന്നീട് നമുക്ക് കാണാം, ലോകത്തിൽ തന്നെ അടിമത്തം നിരോധിക്കപ്പെട്ടു. അടിമത്തം ഇല്ലാതെയായി. കാലമേറെ കഴിഞ്ഞിട്ടാണെങ്കിലും അടിമകൾ വിമോചിക്കപ്പെട്ടു. അടിമത്തമില്ലാത്ത ഒരു കാലം പിറന്നു. എന്ന് വെച്ചാൽ ശരിയായ നിലപാടുകളും മുദ്രാവാക്യങ്ങളും ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ താൽക്കാലികമായി തിരിച്ചടി നേരിട്ടാലും ആത്യന്തികമായി ശരിയായ നിലപാടുകൾ വിജയിച്ചേ തീരൂ എന്നതാണ് അനുഭവം, ചരിത്രം. 924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ മുസോളിനി ഭൂരിപക്ഷം നേടി ജയിച്ചയാളായി. മുസോളിനിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. ഓർമ്മ ശരിയാണെങ്കിൽ 65% മറ്റോ വോട്ട് നേടിയാണ് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി അന്ന് ജയിച്ചത്. 65% വോട്ട് നേടി മുസോളിനി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനും വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയിലെ ഫെഡറൽ ഇലക്ഷനിൽ ഹിറ്റ്ലറും ജയിച്ചയാളാണ്, ഭൂരിപക്ഷം നേടി ജയിച്ചയാളാണ്. അന്ന് 44% വോട്ടോ മറ്റോ അദ്ദേഹത്തിന് നേടാനായി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു മോദിക്കും മറ്റും ഏകദേശം അത്ര വോട്ടേ നേടാനായിട്ടുള്ളൂ. അപ്പൊ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ
വലിയ വിജയങ്ങൾ നേടി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു മുസോളിനിയും ഹിറ്റ്ലറും. പക്ഷെ ആ കാരണം കൊണ്ട് മാത്രം അവർ മുൻപോട്ട് വെച്ച രാഷ്ട്രീയവും നിലപാടും ശരിയായി എന്ന് ലോകം വിലയിരുത്തുന്നില്ല. തന്നെയുമല്ല, തങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധം ആ രണ്ട് രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ തിരുത്തുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച ജനത തന്നെ മുസോളിനിയെ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കി എന്നാണ് ചരിത്രം. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇറ്റലിയുടെ മണ്ണിൽ തന്നെ ജനങ്ങളുടെ കരുത്തിന്റെ മുന്നിൽ പതറി വീഴുന്നതിന് ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. അപ്പോ ആത്യന്തികമായി ജനപക്ഷ രാഷ്ട്രീയം തന്നെയാണ് വിജയിക്കുക. താൽക്കാലികമായ ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവാം. പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയത്തിലെ സത്യം, രാഷ്ട്രീയത്തിലെ ശരി ജയിച്ചേ മതിയാകും. ഇപ്പോ നമ്മുടെ തന്നെ ചില അഭ്യുദയകാംക്ഷികൾ ഒരുപക്ഷെ പറയുന്നുണ്ടാവും, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, ലൈഫിൽ വീട് കൊടുത്തു, പക്ഷെ എന്ത് കാര്യം, വോട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാവും. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ചിന്തിക്കുന്നതേയില്ല. ഇപ്പോഴിതാ നാളെ കേരളത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിവസമാണ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇടതുപക്ഷ മുന്നണിയുടെ ഈ സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ വീട്ടമ്മമാരുടെ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്ന ദിവസമാണ് നാളെ. നാളെ മുതൽ അപേക്ഷ സ്വീകരിക്കാൻ പോവാണ്. അപ്പൊ ഒരു 4 പഞ്ചായത്തിൽ തോറ്റു, എന്നാ ഈ പെൻഷൻ കൊടുക്കണ്ട എന്ന നിലപാടല്ല. കൊടുക്കും. മുഴുവൻ പഞ്ചായത്തിലും തോറ്റാലും കേരളത്തിൽ ഭരിക്കുന്നത് LDFന്റെ ഗവൺമെന്റ് ആണെങ്കിൽ ഇത്തരം ക്ഷേമ പദ്ധതികളുമായി മുൻപോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കും. അത് വോട്ട് കിട്ടിയോ എന്ന് നോക്കിയിട്ടല്ല. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയോ, അത് നമ്മുടെ പ്രശ്നമേ അല്ല. തെരഞ്ഞെടുപ്പിനെ ഒട്ടേറെ ഘടകങ്ങൾ സ്വാധീനിക്കും. പക്ഷേ LDFന് രാഷ്ട്രീയ അധികാരമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഏറ്റവും ദുർബലരും സാധാരണക്കാരുമായ ജനവിഭാഗങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ, ആദിവാസികളെ, പട്ടികജാതിക്കാരെ, മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെ, ദരിദ്രരെ, തൊഴിലാളികളെ, സ്ത്രീകളെ അവരെ പിന്തുണയ്ക്കും. താൽക്കാലികമായി ചിലപ്പോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് വരും. പക്ഷെ അത് കരുതി നാം ഉയർത്തിപ്പിടിക്കുന്ന ജനക്ഷേമത്തിന്റെ പതാക, നാടിന്റെ വികസനം എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യങ്ങൾ കൈയൊഴിയുകയില്ല. അങ്ങനെ കൈയൊഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടതുപക്ഷമാവുകയുമില്ല. അതുകൊണ്ടാണ് വീട്ടമ്മമാരുടെ പെൻഷൻ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കൊടുക്കും എന്ന് തന്നെയാണ് തീരുമാനം. കൊടുത്തിരിക്കും. അതാണ് LDF. ഈ വർദ്ധിപ്പിച്ച പെൻഷൻ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. 13-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 15-ാം തീയതി അടുത്ത മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയില്ലേ. ഇനിയും സാധ്യമാകുമെങ്കിൽ വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം കണക്കാക്കുന്നത്. കാരണം ഈ തിരഞ്ഞെടുപ്പിലെ നൈമിഷികമായ ഒരു തിരിച്ചടി, അത് ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയുടെ കുറവല്ല, നമ്മളങ്ങനെ കണക്കാക്കുന്നതേയില്ല. UDFന്റെ പഴയകാലം തിരിച്ചു വരണമെന്ന ആഗ്രഹമല്ല ഈ വിധിയെഴുത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ആരും ആഗ്രഹിക്കില്ല. പവർ കട്ട് തിരിച്ചു വരണം എന്നൊരു മലയാളിയും ആഗ്രഹിക്കില്ല. സ്കൂളിലെ കുട്ടികൾക്ക് പരീക്ഷക്കാലമായാലും പാഠപുസ്തകം കിട്ടാത്ത അബ്ദുറബിന്റെ കാലം തിരികെ വരണം എന്നാരും ആഗ്രഹിക്കില്ല. ചേരിപ്പോരിന്റെയും തമ്മിൽ തല്ലിന്റെയും അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഭൂതകാലം തിരികെ വരണം എന്നാരും ആഗ്രഹിക്കില്ല. ഈ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുക, ജനപക്ഷ രാഷ്ട്രീയം, ജനങ്ങളുടെ ക്ഷേമം, നാടിന്റെ വികസനം, ഇത്തരം കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് നമുക്ക് കരുതാനാവുക. അതിന്റെ ഒരു കാരണക്കാർ UDFും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും ഒരു UDFന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന വികസന പ്രശ്നങ്ങളോ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളെ കുറിച്ചോ ഒരു ചർച്ചയ്ക്ക്, സംവാദത്തിന് തയ്യാറായിട്ടുണ്ടോ? തർക്കത്തിന് വേണ്ടിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
ഈ 2000 രൂപ ക്ഷേമ പെൻഷൻ 2500 ആക്കും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയെ ഈ നാട്ടിൽ നടക്കാതിരിക്കാൻ, വർഗീയമായി ഈ നാടിനെ ചേരിതിരിക്കാൻ, നമ്മുടെ നാടിന്റെ ഭാവിയെ അപകടത്തിലാക്കുന്ന അപകടകരമായ വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, അതിനൊക്കെയാണ് ശ്രമിച്ചത്. പൊന്നാനിയിൽ ആദ്യമായി പൊന്നാനി നഗരസഭയിൽ SDPIയുടെ ഒരാൾ ജയിച്ചില്ലേ? അല്ലെ, ഇപ്പൊ ഒരാൾ ജയിച്ചു, SDPIയുടെ ഒരാൾ ജയിച്ചു. എങ്ങനെ ജയിച്ചു? പോപ്പുലർ ഫ്രണ്ടിന്റെ മാത്രം വോട്ട് കൊണ്ടാണോ? 4 വോട്ടിനു വേണ്ടി നാടിന്റെ ഭാവിയെ അപകടത്തിലേക്ക് തള്ളിയിടുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ആ ഒരു സീറ്റിൽ SDPIയെ വിജയിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ കൊടുക്കുക, വോട്ട് കൊടുത്തു. ബാക്കി എല്ലായിടത്തും വോട്ട് വാങ്ങുക. അതാണ് കച്ചവടം. BJPയുമായി സന്ധി ചെയ്തു. നഗരസഭയിൽ പല വാർഡുകളിലും BJPക്ക് താരതമ്യേന 4 വോട്ടുള്ളിടത്ത് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക, ആ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുക്കുക. ഒരേ സമയം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ഒത്തുതീർപ്പും കച്ചവടവും സന്ധിയും ചെയ്തു. പൊന്നാനി നഗരസഭയിലെ നല്ല പ്രബുദ്ധതയുള്ള വോട്ടർമാർ പക്ഷേ ആ വർഗീയ കൂട്ടുകച്ചവടത്തെ വിജയിപ്പിച്ചില്ല. ചില വാർഡുകളിലൊക്കെ ലക്ഷ്യം കണ്ടു, പക്ഷെ നഗരസഭ മൊത്തത്തിലെടുത്താൽ ആ വർഗീയ കൂട്ടുകെട്ടിനെ വിജയിക്കാൻ അനുവദിച്ചില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും അതല്ല സ്ഥിതി. RSSന്റെ പഥസഞ്ചലനത്തിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം ജില്ലയിലെ RSSന്റെ അറിയപ്പെടുന്ന നേതാവ് ബേബികുമാർ ഇത്തവണ മത്സരിച്ചത് കൈപ്പത്തി അടയാളത്തിലാണ്. രാഷ്ട്രീയത്തിന് മാറ്റമില്ല, ചിഹ്നത്തിന് മാറ്റം, ചെറിയൊരു മാറ്റം. മലബാറിലെമ്പാടും ജമാഅത്തെ ഇസ്ലാമി മുന്നണിയിലെ 3ാമത്തെ ഘടകകക്ഷിയായി മാറി. ഈ നാടിത് കാണുന്നുണ്ട്. ഒരേ സമയം RSSും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എല്ലാമായി ബാന്ധവം. ലക്ഷ്യം ഒന്ന് മാത്രം, 4 പഞ്ചായത്ത് കൂടുതൽ ജയിക്കണം. 4 പഞ്ചായത്തല്ല, നാടിന്റെ ഭാവിയാണ് പരമപ്രധാനം എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ വിവേകം, ഔന്നത്യം കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ വിജയം നൈമിഷികമാണ്. ഒരു നാൾ ഇരുണ്ട് വെളുത്ത് കഴിയുമ്പോ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. ഏത് തെരഞ്ഞെടുപ്പിലും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് നാടിന്റെ ഭാവി, ഓരോ നാടിന്റെയും സവിശേഷതകൾക്കിണങ്ങുന്ന വികസനം, ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവരുടെ വീട്, കുടിവെള്ളമെത്താത്ത മേഖലകളിൽ കുടിവെള്ളം, വരുമാനമില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തെ പിന്തുണയ്ക്കുന്ന ക്ഷേമ പദ്ധതികൾ, നേരിട്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് അനുഭവേദ്യമാകുന്ന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ നാട്ടിലുണ്ടായ മാറ്റം അങ്ങനെയല്ലേ? അതിന് രാഷ്ട്രീയമായ ഒരു കരുത്തുണ്ടാവും. മതവും ആരാധനാലയവും വിശ്വാസവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കൊടിയ വർഗീയവാദികളെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഇടമുണ്ടാക്കി കൊടുക്കുന്ന നിലയിൽ ഉത്തരവാദിത്വരഹിതമായ രാഷ്ട്രീയം പയറ്റിയാൽ ചില തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ജയിച്ചു എന്നൊക്കെ വരും. പക്ഷെ അതൊന്നും കേരളത്തിന്റെ മണ്ണ് ശാശ്വതമായി വെച്ച് ഉറപ്പിക്കില്ല. തെല്ലു വൈകിയാലും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഈ നാട് സ്വീകരിക്കും. നമ്മുടെ നാട് കൂടുതൽ അഭിവൃദ്ധിപ്പെടണം. ഇപ്പൊ ദേശീയപാതയുടെ തൊട്ടടുത്താണ് നമ്മുടെ ഈ സ്ഥലം. ഞാൻ അതുവഴിയാണ് വന്നത്. എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഗുണമനുഭവിക്കുന്നവരാണ് മലയാളികൾ. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ദേശീയപാതയും ക്ഷേമ പദ്ധതികളിലേക്ക് കടന്നാൽ 4.25 ലക്ഷം പേർക്ക് ഇതിനോടകം വീട് ലഭിച്ചു കഴിഞ്ഞ ലൈഫ് പദ്ധതിയും ആശുപത്രികളുടെയും പള്ളിക്കൂടങ്ങളുടെയും മുഖച്ഛായ മാറ്റി എഴുതിയ വലിയ നവീകരണ പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുകളും പുതിയ ക്ഷേമ പദ്ധതികളും എല്ലാം കേരളത്തെ പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് നയിക്കുന്നത്. അത് നമ്മുടെ നാടിന്റെ വളർച്ചയാണ്. ആ വളർച്ചയെ താൽക്കാലികമായി ഒന്ന് പ്രതിരോധിക്കാനുള്ള നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് അനുഭവവും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജനവിധിയെയും നാം മാനിക്കുന്നു. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നാടിന്റെ ഭാവിയെക്കുറിച്ചും
ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കൂടുതൽ വാശിയോടെ അവരെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്നും പഠിച്ച് ഈ നാടിനു വേണ്ടിയുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകും. അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ഇന്നല്ലെങ്കിൽ നാളെ നാടിന്റെ ഭാവിയോടൊപ്പം ജനങ്ങളുടെ ഭാവിയോടൊപ്പം നിലയുറപ്പിക്കാനും ശരിയായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാകാനും തയ്യാറാകേണ്ടി വരും എന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഒരാശങ്കയും സംശയവുമില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് ആമുഖമായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിജയത്തിന്റെ പ്രത്യേകത മതം പറഞ്ഞും ആരാധനാലയം എടുത്തിട്ടും വർഗീയമായി മനുഷ്യരെ ചേരിതിരിക്കാൻ ശ്രമിച്ചും വർഗീയ ശക്തികളുടെ പിന്തുണ പരസ്യമായി തന്നെ തേടിയും അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിയും ഒക്കെ പയറ്റി നോക്കിയിട്ടും കേരളത്തിലെ ചില ഭാഗങ്ങളൊക്കെ ചില പ്രദേശങ്ങളൊക്കെ അത്തരത്തിലുള്ള വർഗീയ വലതുപക്ഷ കൗശലത്തിന്റെ മുന്നിൽ ഒന്ന് കാലിടറി വീണപ്പോഴും അഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയും വിധം ഈ നാട് മക്തിത്തങ്ങളുടെയും ഉമർഖാളിയുടെയും നാട് നവോത്ഥാനത്തിന്റെ പ്രകാശം കേരളക്കരയിൽ വ്യാപിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നാടുകളിൽ ഒന്നായ ഈ നാട് ഈ വെളിയങ്കോട് അഭിമാനകരമായ വിജയം നേടി. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരിയെ ഉയർത്തിപ്പിടിച്ചു ധീരമായി നിന്നു. കേരളത്തിന് വഴികാട്ടുന്ന നാടുകളിൽ ഒന്നാണ് ഇന്ന് വെളിയങ്കോട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനാവും. ആ തിളക്കം നമ്മുടെ വിജയത്തിനുണ്ട്. ആ തിളക്കം വരും നാളുകളിൽ കൂടുതൽ ദീപ്തമാക്കാൻ, കൂടുതൽ കരുത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ, കേരള രാഷ്ട്രീയത്തിന് ശരിയുടെ പാത തെളിയിച്ചു കൊടുക്കാൻ നമുക്കിനിയും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം ഇവിടെ വേദിയിലുണ്ട്. അവരെല്ലാം നിങ്ങളോട് തുടർന്ന് സംസാരിക്കും. അതും കഴിഞ്ഞ് ഈ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി ഇവിടെ ഗസൽ ഗാനാലാപനം എല്ലാം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം കേട്ടിട്ട് വേണം നിങ്ങൾ പിരിഞ്ഞു പോകാനെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹത്തായ ഈ വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ ഈ ആഘോഷ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ ആഹ്ലാദം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ വിജയികളെയും പൊരുതി നിന്നവരെയും അവരോടൊപ്പം നിന്നവരെയും അഭിനന്ദിക്കുന്നു. അഭിവാദ്യം.